ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളിയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ രാവിലത്തെ ചായൻ്റെ കടി ഉണ്ടാക്കുന്ന നൂൽപുട്ടാണ് കേട്ടോ. കറി പച്ചപ്പട്ടാണി കടലയും കിഴങ്ങും ഇട്ട് കണ്ടൊരു കറിയും കൂടി ഉണ്ടാക്കിയിരിക്കണ്. അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നൂൽപുട്ട് ഇതാ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുത്തേക്കാണ്. ചില ദിവസം നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി കുഴക്കൂലേ, അതേപോലെ അങ്ങോട്ട് വാട്ടി കുഴച്ചെടുക്കും. ഇന്നിപ്പോൾ നമ്മൾ ചൂടുവെള്ളം പാർന്ന് കണ്ട് അങ്ങനെ കുഴച്ചെടുത്താണ് കേട്ടോ. രണ്ടിനും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു മയം കിട്ടുന്ന മാതിരിച്ച് തോന്നലുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി കുഴക്കുമ്പോൾ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയാൽ. അങ്ങനത്തെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അതാ ഇഡ്ഡലി തട്ടൊക്കെയാണ് കേട്ടോ ഓരോന്നായിട്ട് പീച്ചെടുക്കണത്. അപ്പോൾ കുറച്ച് ദിവസമായിക്കണേ രാവിലെ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ മക്കളും ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിന് നാളെ രാവിലത്തെ ചായൻ്റെ കടി നൂൽപുട്ടും പച്ചപ്പട്ടാണി കടലിൻ്റെ കറി ഉണ്ടാക്കി തരണം കേട്ടോ എന്ന്. അപ്പം നമ്മളങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കിയതാണ്. ഓൾക്ക് എന്നും ഒരേ കടി പറ്റൂല കേട്ടോ. അപ്പോൾ ഇന്നും നാളെയും നൂൽപുട്ടാക്കിയാൽ വെച്ചും ഇപ്പം ഇന്നും നൂൽപുട്ട് തന്നെ വെച്ചും. എന്നാലും ഓൾക്ക് ഓരോ ദിവസം ഓരോന്ന് ഇതാക്കണം, അപ്പോഴേ ഓൾക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കറിയും കൂടി ഓൾക്ക് വേണം കേട്ടോ. കറി ഇല്ലെങ്കിലൊന്നും ഓല് തിന്ന് തന്നെ എല്ലാവരും ഇട്ടിട്ട് പോകും. അങ്ങനെ ഇപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ അങ്ങനെ പീച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നൂൽപുട്ടാകുമ്പോൾ പിന്നെയും ചിലപ്പോഴൊക്കെ ഒരു പഞ്ചസാര ഇട്ടോളി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം പഞ്ചസാര മേലൊക്കെ ഒന്ന് ഒതുക്കും കേട്ടോ. എന്നാലും കറിയാണ് കൂടുതലും തൃപ്തി. ഓൽക്കറിയാം ഓരോരോ കടിക്കും ഓരോ കറിൻ്റെ കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ അങ്ങനെ പറയും, ഇന്ന ദിവസം ഇത് വേണമെന്നുണ്ട്. അപ്പോൾ ഓല് പറയണ മാതിരി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. അല്ലാതെ നമ്മൾ നൂൽപുട്ടൊക്കെ മുഴുവനായിട്ട് പീച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അടുക്കായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളത് നമ്മൾ നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതോരൊന്ന് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ 3 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരുന്നു. അത് 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നൂൽപുട്ടൊക്കെ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ സോബിമോള് മദ്രസക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് വന്നിട്ടുണ്ട്. ഓള് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. കടലിൻ്റെ തൊലിയൊക്കെയാണ് ആ പൊറുക്കി മാറ്റി വെക്കുന്നത്. അങ്ങനെ ഓളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് വിറകടുപ്പിൽ തീ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് മുരിങ്ങയാണ്. ചില ദിവസം അടുപ്പിൽ തീ കൂട്ടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. റൈസ് കുക്കറിലാണ്ട് ഇറക്കി വെക്കും. ഇന്നിപ്പോൾ അടുപ്പിൽ തന്നെയാണ് തീ കൂട്ടിക്കുന്നത്. ചിലപ്പോൾ ഒരു കാറ്റാണ്, ചിലപ്പം ഭയങ്കര മടിയാണ്. അങ്ങനെ അത് നമ്മൾ ഉപ്പേരിക്ക് ഉള്ള ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് നമ്മൾ ഉരി വെച്ച മുരിങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും നാളികേരം ചതച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങ തലേ ദിവസം തന്നെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രാവിലെ ഊരാനൊക്കെ ഇരിക്കുമ്പോക്കിന് സമയം കുറേ ആകും. 9 മണിയാകുമ്പോക്കിന് ഇവർക്ക് സ്കൂൾക്ക് പോകണം. അപ്പോക്കിന് എല്ലാം ആക്കണ്ടേ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ. തലേ ദിവസം തന്നെ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ നല്ല എളുപ്പമാണ്. ചോറ് തീമട്ട് കണ്ട് വേഗം ഗ്യാസ് അടുപ്പുമ്മൽ ഉപ്പേരി അവിടെ റെഡിയാക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഗ്യാസൊക്കെ ഓഫാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ ചോറും അവിടെ വിറകടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്നത് മീനാണ്. മത്തി മീനും അയില മീനുമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ചെറിയ മത്തിയാണ്, കുഞ്ഞമത്തി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ മത്തി ഒന്ന് കുറഞ്ഞ കറിയാക്കി വെക്കാമെന്നാണ് കരുതിയത്. പിന്നെ അയില പൊരിക്കും ചെയ്യാം. മുഴുവൻ കറി വെച്ചാൽ മക്കൾക്ക് ഇങ്ങനെ പറ്റൂല കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെ മീൻ കറിനോട് വലിയ തീർപ്പതൊന്നുമില്ല. അപ്പം അയില പൊരിച്ചാൽ ഈ മത്തി പറ്റിക്കും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ മൺചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ചൂടാക്കിയെടുത്ത് കടുകും ഉലുവയൊക്കെ ഇട്ടുകൊടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടോ. വെല്ലുള്ളി ഇടുന്നില്ല കേട്ടോ. വലിയ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ വല്യുള്ളി എന്നോട് വലിയൊരു തിരുപ്പതില്ല കേട്ടോ മക്കൾക്കൊന്നും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ തക്കാളി നല്ലപോലെ വെന്ത് വരണം കേട്ടോ. നല്ല വെന്ത് ഉടയണം. അപ്പോഴേ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ മൺചട്ടിയിലും വേണം കേട്ടോ മീൻ കറി വെക്കാൻ. മൺചട്ടിയിൽ മീൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകും പൊടിയാണ്, അതുകൊണ്ട് 1.5 സ്പൂൺ ഇട്ട് കൊടുത്തത്. എന്നിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ മസാല തേച്ച് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളി രസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമായിരുന്നു ഏറ്റവും നല്ലതിൻ്റെ. ഞാൻ ഇപ്പോൾ ചൂടുവെള്ളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്ത് പാർന്നിക്കണ്. ഇനി അതൊന്നും തിളച്ച് വരട്ടെ. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് മസാല വെച്ച മീനും കൂടെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനവിടെ ഇട്ട് കൊടുത്തുകൊണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ചോറും ഇവിടെ വന്നിട്ടുണ്ട്. എളുപ്പം വേവണ അരിയാണ് കേട്ടോ. റേഷൻ കടയിലെ അരിയാണ്. ഇപ്രാവശ്യം റേഷൻ കടയിൽ കിട്ടിയ അരി തിളച്ച വേവണ അരിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസൊക്കെ ഓഫാക്കി അവിടെ അടച്ച് മാറ്റി വെക്കട്ടെ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയപ്പോഴത്തേനും നമ്മൾ റിജുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓനും പോയി കേട്ടോ. പിന്നെ സോബിമോൾ അതിൻ്റെ മുന്നേ മദ്രസക്ക് വിട്ടെന്ന് ചായ കുടിച്ചോളും പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ പോക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അയല പൊരിക്കാണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി എടുത്തത് നമ്മൾ മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ ചട്ടിയിലിട്ട് തീ കുറഞ്ഞ സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ട് അകത്തു കൂടെ ഒക്കെ ഒന്ന് അടിച്ചൊരിയിരിക്കും. അപ്പോക്കിന് ഒരു സൈഡ് റെഡിയാവും കേട്ടോ. ആകെ കടിച്ചേരി വരുമ്പോക്കിന്. അപ്പം ഇന്നത്തെ ഉച്ചലഞ്ച് ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മത്തി കറി വെച്ചതും പിന്നെ മുരിങ്ങ ഉപ്പേരിയും അയല പൊരിച്ചതും. ഇനിയിപ്പോൾ വേറൊരു കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ആ മീൻ വറ്റിച്ചതുമ്മലും ഉപ്പേരിമ്മലൊക്കെ കണ്ട് ഒതുക്കും ഇന്ന്. അങ്ങനെ നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്താണ്ട് അകത്തു കൂടെ കടിച്ചേരി വന്നപ്പോക്കും ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് സിമ്മിലാക്കി വെച്ചാണ്ട് അകത്തു കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനും വേണ്ടി പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾ സ്കൂളിൽ പോയാൽ മുറ്റൊക്കെ അടിച്ചേരി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മുറ്റടിച്ചല് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. മീനും തന്നെ നമുക്ക് തലേ ദിവസം രാത്രി തന്നെ കിട്ടിയെന്ന് കേട്ടോ. അത് രാത്രി തന്നെ ഞാൻ നന്നാക്കി ക്ലീനാക്കി മസാലയൊക്കെ തേച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇങ്ങനെ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം നല്ല എളുപ്പമാണല്ലേ. നമുക്ക് വേഗം പണിയൊക്കെ ഒരുക്കാണ്ടൊന്ന് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ നിങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ. അസ്സലാമു